ഇനി നമുക്ക് കുറച്ച് നമ്മുടെ കുട്ടി കസ്റ്റമേഴ്സിനെ കണ്ടാലോ. ഇത് അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ. പിന്നെ കംഫർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കുട്ടി അത്യാവശ്യം കംഫർട്ടാണ്. കുട്ടി ഇങ്ങനെ തുള്ളിക്കളിക്കണ കുഞ്ഞിപ്പുഴുനമാതിരി ഇങ്ങനെയൊക്കെ കളിക്കുന്നുണ്ട്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും കംഫർട്ടാണെന്നുള്ളത്. പിന്നെ കുട്ടിക്ക് നടക്കാൻ അറിയാത്തതുകൊണ്ടാണ് നടക്കാത്തത്, അല്ലാതെ എൻ്റെ ഫ്രോക്ക് ഇട്ടുകൊണ്ടല്ല കേട്ടോ. ഇനി നടക്കാൻ കഴിയുന്നില്ല, ഇരുന്നിട്ടല്ലേ കളിക്കുന്നതെന്ന് പറയണ്ട. പിന്നെ ഈ ഒരു ഫ്രോക്ക് അത്യാവശ്യം സിമ്പിളായിട്ടുള്ള ഫ്രോക്കാണ്. അതുകൊണ്ടാണ് കുട്ടി നടക്കുന്നതെന്നും പറയരുത്. ദയവ് ചെയ്തിട്ട് ആ കുട്ടിക്ക് നടക്കാനറിയാം, മറ്റേ കുട്ടിക്ക് നടക്കാനറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഈ ഒരു ഫ്രോക്ക് അത്യാവശ്യം ഹെവിയാണ്, പക്ഷേ കുട്ടി കംഫർട്ടാണ്. കംഫർട്ടിനൊന്നും കുഴപ്പമില്ല. നിങ്ങൾ കുറേ ആൾക്കാർ കംഫർട്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. ഇത് അപ്പ് ആൻഡ് ഡൗൺ മോഡലായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമുക്ക് ഫസ്റ്റ് മുതലേ അത്യാവശ്യം നല്ല ഓർഡർ കിട്ടുന്ന ഒരു മോഡലായിരുന്നു അത്. ഇതും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഏകദേശം 2 മില്യൺ വ്യൂസ് കിട്ടിയ ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത്. ഈ കുട്ടിയുടെ ഹാപ്പിനെസ് കണ്ടാലറിയാം ഈ കുട്ടിക്ക് ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ ഇഷ്ടമാണ്, കംഫർട്ടാണ് എല്ലാം. പിന്നെ നമുക്ക് ഈ കസ്റ്റമേഴ്സ് എല്ലാവരും നമുക്ക് വീഡിയോസ് അയച്ചു തരത്തില്ല, ഫോട്ടോസാണ് കൂടുതൽ അയക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വീഡിയോസ് അധികം ഇടാൻ പറ്റത്തില്ല. ഉള്ളത് ഞാൻ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ